ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് തൃശ്ശൂർ സ്റ്റൈല് പാലൊഴിച്ചിട്ടുള്ള ചെമ്മീൻ കറി എങ്ങനെ വെക്കാൻ നോക്കിയാലോ. അപ്പോൾ നല്ല ചെറിയ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാണ്. പിന്നെ ഈ ചെമ്മീൻ വൃത്തിയാക്കിയ സമയത്ത് ഞാൻ കുറച്ച് തല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തല വീട്ടിലിടയ്ക്ക് ഫ്രൈ ചെയ്യാറുണ്ട്. ചെമ്മീൻ കിട്ടുന്ന സമയത്ത് നല്ല തലയായിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രഷ് ചെമ്മീൻ കിട്ടിയാലേ കാര്യമുള്ളൂ. അപ്പോൾ അത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കുന്ന പോലെ തന്നെ തലയും ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ ചെമ്മീൻ കണ്ടോ ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല, ആകെ ഒരു തുണ്ടുള്ളൂ. അതായത് കുഴപ്പമില്ല, നമുക്ക് തല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തൊണ്ടൊന്നും കളയരുത് കേട്ടോ. ആ തൊണ്ടാണ് അതിന് നല്ലൊരു ക്രിസ്പിനെസ് കൊടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് പാലൊഴിച്ച മീൻകറിയിലേക്ക് കയറാം. അപ്പോൾ പാലൊഴിച്ച മീൻകറിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതുണ്ടല്ലോ, പഴുത്തിട്ടില്ല എന്നാൽ പച്ചമല്ല, ആ ഒരു സ്റ്റേജിലുള്ള മാങ്ങയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ മാങ്ങ ഉള്ളതുകൊണ്ട് ആ മാങ്ങ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. കണ്ടോ, ഈ ഒരു കളർ വേണം, മഞ്ഞ ലൈറ്റ് മഞ്ഞ കളറ്. അത് നല്ലപോലെ ചെത്തി വൃത്തിയാക്കി നമ്മൾ ഈ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്മീനിലേക്ക് ഇത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കുക. അത് കഴിഞ്ഞ് ഒരു മുഴുത്ത തക്കാളി, ആവശ്യത്തിന് പച്ചമുളക് കീറിയിടുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒന്നും നമ്മൾ ഇടില്ല കേട്ടോ, അതിൽ ഇഞ്ചി മാത്രമേ ഇടുള്ളൂ. പിന്നെ ഒരു സബോള നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. സബോള ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ നമ്മൾ മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഒരു ഓൾമോസ്റ്റ് ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും നമ്മൾ ചേർത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഇത് മിക്സ് ചെയ്യണം. ഇതിൽ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് 3-ാം പാല് നമ്മൾ പാല് പിഴിഞ്ഞ് 3 സെറ്റാക്കി വയ്ക്കുക. അതിൽ 3-ാമത്തെ പാല് നമ്മൾ ഒഴിച്ച് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ 2-ാം പാൽ ഒഴിക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചുകൂടാൻ ചോദിക്കും, പക്ഷേ ഒരുമിച്ച് ഒഴിക്കരുത്, രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒഴിക്കണം. എന്നിട്ട് നമ്മളത് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ 2-ാം പാലിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച് കുറച്ചൊന്ന് വറ്റുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചൊഴിച്ച് കൊടുക്കണം കേട്ടോ 2-ാം പാൽ. അങ്ങനെ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ. വെന്ത് കഴിഞ്ഞപ്പോൾ അതൊന്നുമില്ല, ഈ മുങ്ങി തപ്പണ ചെമ്മീൻ, അത്രയും ചെറിയ ചെമ്മീനാണ് കേട്ടോ. പക്ഷേ ഇതാണ് ടേസ്റ്റ്, വലിയ മുത്തൻ ചെമ്മീനെക്കാട്ടും. അങ്ങനെ നമ്മളിത് 1-ാം പാല് ഒഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിത് കാച്ചാന്ന് പറയും. അപ്പോൾ കാച്ചണ പരിപാടിയാണ്. ചെറുള്ളാണ് നമ്മൾ കാച്ചാൻ എടുക്കുന്നത്. അത് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട് ഇതിൽ. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു കളർ വരിക. അങ്ങനെ അത് നല്ല രീതിയിൽ നമ്മൾ വേവിച്ച് ഇതിലേക്ക് ഇടും. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് നല്ല പാലൊഴിച്ച മീൻകറി, ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഇന്നത്തേക്കല്ല കേട്ടോ, നാളത്തേക്കാണ് ടേസ്റ്റ് കൂടുക. അപ്പോൾ ഇതാണ് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് പാലൊഴിച്ചിട്ടുള്ള ചെമ്മീൻ കറി. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.